ഹലോ മക്കളെ, ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം ഓണമായിട്ട് ബന്ധമുള്ള എന്തോ സംഭവമാണെന്ന്. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ എന്തായാലും ഇങ്ങനെ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന പതിവാണല്ലോ. അപ്പോൾ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേക്കപ്പിൽ നിന്ന് തുടങ്ങാം. സിമ്പിൾ മേക്കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട്. ഡെയിലി ഞാൻ യൂസ് ആക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ സൺസ്ക്രീനാണ് എടുത്തേക്കുന്നത്. സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്ന കണ്ടറിയാം. കുഞ്ഞു ക്വാണ്ടിറ്റി കുറച്ച് എടുക്കുന്നുള്ളൂ. വേറൊന്നും കൊണ്ടില്ല, ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും പുറത്തെങ്ങും പോകാത്തതുകൊണ്ടും മാത്രമാണ് ഇത്രയും കുഞ്ഞു ക്വാണ്ടിറ്റി എടുക്കുന്നത്. കാര്യം വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാനിത് മാറ്റിക്കളയും. അപ്പോൾ നിങ്ങൾ സെലിബ്രേഷനൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇട്ടിട്ട് വേണം പോകാൻ. കാര്യം വെയിലടിച്ച് കരിഞ്ഞു ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ വീക്കോ ടെർമറിക് എന്ന് പറഞ്ഞൊരു ക്രീമാണ് എടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഫേസ് ക്രീം ഉണ്ടെങ്കിൽ അത് ഇതിൽ യൂസ് ആക്കാം. ഞാൻ ഇവിടെ ഇതാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ അതും അപ്ലൈ ചെയ്ത് നല്ലോണം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിലിട്ട ക്രീമിൻ്റെ ഒക്കെ സെറ്റ് പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ എല്ലാമായ നമ്മുടെ ടാൽക്കം പൗഡർ അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതെടുത്തിട്ട് ഇങ്ങനെ പൊട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സെറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ക്രീമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടാൽക്കം പൗഡർ ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത ലൂസ് പൗഡറൊക്കെ കിട്ടുമല്ലോ, അതും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബേസ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പുരികം, കണ്ണ്, അങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തീർന്നു പോയ മസ്കാരയുടെ ബ്രഷ് വെച്ചിട്ടാണ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സുർമ കാജൽ നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. സുർമ കാജൽ വെച്ച് ചെയ്യുമ്പോൾ എന്തോന്ന് വെച്ചാൽ 2 വാട്ടർ ലൈനിലും നല്ലോണം എഴുതി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ആക്കുന്നത്. അപ്പോൾ കണ്ണിന് താഴെ നല്ലോണം ഐലൈനർ വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. കുറച്ച് കഥകളിയൊക്കെ ആയാലും കുഴപ്പമില്ല, ഓണമൊക്കെ അല്ലേ. അപ്പോൾ നല്ലോണം എഴുതി കൊടുത്തിട്ട് ഞാൻ നേരത്തെ എടുത്ത സുർമ കാജൽ വെച്ചിട്ട് മേളിൽ കുറച്ചിങ്ങനെ ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ വിചാരിച്ചു കുഞ്ഞ് സ്മോക്കി ഐസ് ചെയ്യാമെന്ന്. അപ്പോൾ അതുപോലെ സ്മോക്കി ഐസൊക്കെ ചെയ്തിട്ട് കുറച്ചൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാണ്ട് കുഞ്ഞ് വാലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം നല്ലോണം ഞാൻ മേളിലും താഴെ നല്ല ജോയിൻ ആക്കി കൊടുത്തിട്ടുണ്ട്. 2 കണ്ണിലും ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പം നല്ലോണം വാലൊക്കെ ഇട്ട് കണ്ണെഴുതുപോലെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കഥകളിയായാലും സീനൊന്നുമില്ല. പിന്നെ ഞാൻ മസ്കാര വെച്ചിട്ട് എൻ്റെ ലാഷസൊക്കെ ഒന്ന് വളരെ ചെറുതായിട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊട്ട്, കമ്മൽ, മാല, അങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 3 ഹെയർ സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന 3 ഹെയർ സ്റ്റൈൽസും നമ്മുടെ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു മിഡിൽ പാർട്ടീഷൻ നല്ലോണം എടുത്തിട്ട് 2 സൈഡിൽ നിന്ന് ഇച്ചിരി മുടിയെടുത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സ്ലൈഡ് വെച്ച് കൊടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ആദ്യം ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ സ്ലൈഡൊക്കെ വെച്ച് നല്ലോണം സെക്യൂർ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ 2 സംഭവങ്ങളെടുത്ത് ഫ്രണ്ട് ഇട്ടാലേ നമുക്ക് എല്ലാവർക്കും സമാധാനം കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേക്ക് പൂവാണ്. കഴിഞ്ഞ വട്ടം വാങ്ങിയതാണ്. ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതൊക്കെ നല്ല വെച്ച് കൊടുത്തു. ഇതാണ് ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്ന ഹെയർ സ്റ്റൈല്. ഉപയോഗിക്കുന്നില്ല, ഞാൻ മിക്കവാറും കെട്ടുന്ന ഹെയർ സ്റ്റൈല്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി രണ്ടാമത്തെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ 2 സെക്ഷൻ എടുത്തിട്ട് അത് നല്ലോണം ട്വിസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്ക്. അപ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത ഹെയർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് പഫ് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം വെച്ചതുപോലെ തന്നെയാണ് പൂ വെച്ച് കൊടുക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഇത് ഇങ്ങനെയും വെക്കാം, ബാക്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അപ്പോൾ നമ്മുടെ 3ാമത്തെ ഹെയർ സ്റ്റൈലാണ്. അത് വളരെ സിമ്പിളാണ്. നമുക്ക് വേറൊന്നും വേണ്ട, നമ്മുടെ കൈ മാത്രം മതി. കൈ വെച്ചിട്ട് നമ്മുടെ ഹെയർ നല്ലോണം ബാക്കിലോട്ട് കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സെക്ഷനായിട്ട് വരും. അതൊരു സ്ലൈഡോ ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ 2 സൈഡും ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി ഫ്രണ്ടിലോട്ട് 2 മുടി എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ അവിടെ സെറ്റാണ്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഇതിന് പൂ വെച്ച് കൊടുക്കാൻ നേരത്തെ ഞാൻ മുന്നേ ചെയ്തതുപോലെ പൂ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ബാക്കിൽ ജസ്റ്റ് ഒരു സ്ലൈഡ് വെച്ചിട്ടാണ് വെച്ച് കൊടുത്തത്. പക്ഷേ അത് അതിന് ചേർന്നു, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഈ സെയിം ഹെയർ സ്റ്റൈൽ തന്നെ ഞാൻ പിന്നി കെട്ടിയിട്ട് പൂ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതും ഇതിന് വർക്കായി കൊള്ളാം, ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അങ്ങനെയും ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഞാൻ 4 ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ 3ാമത്തതിനെ മോഡിഫൈ ചെയ്തതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓണം മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ടാറ്റാ.